ആദ്യം നമുക്ക് CEX സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളെ പറ്റി പറയാം. ഏറ്റവും കൂടുതൽ എക്സിസ്റ്റൻസിലുള്ള ഞാൻ തന്നെ പേഴ്സണലി ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കുന്നത് ബൈനാൻസ്, KuCoin, HTX, ബൈബിറ്റ്, ബിറ്റ്ജെറ്റ്, അതേപോലെ തന്നെ ബേസിക്കലി കോയിൻ ബേസ്, ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളത് CEX എക്സ്ചേഞ്ചുകളാണ്. CEX എക്സ്ചേഞ്ചുകളാവുന്ന സമയത്ത് ഹൈ ലിക്വിഡിറ്റിയാണ്, അതായത് പെട്ടെന്ന് തന്നെ വാങ്ങാനും വിൽക്കാനും എല്ലാം തന്നെ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഫിയറ്റ് കറൻസി സപ്പോർട്ട് കിട്ടും. നമ്മുടെ ഡെക്സ് എക്സ്ചേഞ്ചുകളൊന്നും നമുക്ക് ഫിയറ്റ് കറൻസി ആക്ച്വലി സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി നമ്മുടെ രാജ്യത്തെ കറൻസിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ആക്ച്വലി ക്രിപ്റ്റോസ് വാങ്ങാനും സെല് ചെയ്യാനും CEX എക്സ്ചേഞ്ചുകളും അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വേറെ വലിയ പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈസി ഓഫ് യൂസ് ആണ്. അതായത് ഈ തരത്തിലുള്ള CEX എക്സ്ചേഞ്ചുകളെല്ലാം നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ ആസ്പദമാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ബിഗിനറായിട്ട് വരുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെൻട്രൽ സിസ്റ്റമാണ് ഇത് ട്രേഡ്സ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അവരാണ് നമ്മുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നത്, നമ്മുടെ ക്രിപ്റ്റോ എല്ലാം ഹോൾഡ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അത്തരത്തിലൊരു സെൻട്രൽ എക്സ്ചേഞ്ച് ഉള്ളതുകൊണ്ട് നമുക്കൊരു കസ്റ്റമർ സപ്പോർട്ടിങ് ഓൾസോ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CEXകളാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് കിട്ടും. ഈവൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മാർജിൻ ട്രേഡിംഗ് ആയിക്കോട്ടെ, ലെവറേജ് ട്രേഡിംഗ്, ഇത്തരത്തിൽ കുറേയധികം ഫീച്ചേഴ്സ് ഡെക്സ് എക്സ്ചേഞ്ചുകളിൽ ആക്ച്വലി വളരെയധികം ലാക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ CEX എക്സ്ചേഞ്ചുകൾ നമ്മൾ ട്രേഡ് എടുക്കണം. പിന്നെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഈ CEX എക്സ്ചേഞ്ചുകൾ മൊത്തം ഫണ്ട് ചിലവാക്കുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈനാൻസിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം മിനിമം 4 ബില്യൺ to 5 ബില്യൺ ആൻഡ് 24 അവർ ട്രേഡിംഗ് വോളിയം. ഇത്രയധികം ട്രേഡിംഗ് വോളിയം ഉള്ള ഒരു CEX എക്സ്ചേഞ്ച് ഒരു ഹാക്കറിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിംഗിൾ ഹാക്ക് കൊണ്ട് മൾട്ടിപ്പിൾ ബില്യൺസ് വരെ ഏൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വളരെയധികം അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചിലവാക്കുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ പല എക്സ്ചേഞ്ചുകളും ഹാക്ക് ആവുന്ന ന്യൂസ് നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രോസ് മാത്രമല്ല, CEX എക്സ്ചേഞ്ചുകൾക്ക് അതിൻ്റേതായ തന്നെ കോൺസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലെസ് കൺട്രോളാണ്, അതായത് നമ്മുടെ കോയിൻസ് ആക്ച്വലി നമ്മളല്ല ഹെൽഡ് ചെയ്യുന്നത്, എക്സ്ചേഞ്ചാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ എക്സ്ചേഞ്ചിലേക്ക് ആക്സസ് എടുത്ത് നമുക്ക് വാങ്ങാം, വിൽക്കാം, ട്രേഡ് ചെയ്യാം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. എങ്കിൽ പോലും നമ്മൾ എക്സ്ചേഞ്ചിൻ്റെ കയ്യിലാണ് ആക്ച്വലി ആ ക്രിപ്റ്റോ കോയിൻ കിടക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി റിസ്ക്, ഇത്രയധികം ഹെവി ആയിട്ട് ഫണ്ടിങ് എല്ലാം കൊടുത്തിട്ട് അവരവരുടെ എക്സ്ചേഞ്ച് കൊണ്ട് നടന്നാൽ പോലും ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചായ ബൈനാൻസ് പോലും ഹാക്ക് ആവാറുണ്ട്. ഇനി നമുക്ക് ഫീസിനെ പറ്റി പറയാം. CEX എക്സ്ചേഞ്ചുകൾക്ക് ബേസിക്കലി ഡെക്സ് എക്സ്ചേഞ്ചുകളൊക്കെ കുറച്ച് ഫീസ് കൂടുതലാണ്. കാരണം അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്. ഈ കിട്ടുന്ന ഫീസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ആ ഒരു അതോറിറ്റിയും അതിൻ്റെ താഴെ പീപ്പിൾസും അവരുടെ ഓഫീസ് സ്പേസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റണ്ണായി പോകുന്നത്. പിന്നെ നമ്മൾ സംസാരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസുകളിലൊന്നാണ് റെഗുലേഷൻസ് ഒരു കോണാണോ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ എടുക്കുന്ന സമയത്ത് ആക്ച്വലി റെഗുലേഷൻസ് ഒരു കോണാണ്. നമുക്ക് KYC ചെയ്യാതെ ഒരു CEX എക്സ്ചേഞ്ച് യൂസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് അനോണിമിറ്റി പറഞ്ഞ സാധനം CEX എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നേ ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ജുഡീഷ്യൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ട്രേഡിങ്ങിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റേതായ ലിമിറ്റേഷൻസ് CEX എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവും. നോർമലായിട്ടുള്ള എൻ്റെ പോലത്തെ ഒരു വ്യക്തി ആക്ച്വലി CEX എക്സ്ചേഞ്ചുകളിൽ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് അധികം പോപ്പുലർ അല്ലാത്ത, മേ ബി ഭാവിയിൽ പോപ്പുലർ ആകാൻ സാധ്യതയുള്ള ഓരോ കോയിൻസ് ഇറങ്ങാറുണ്ട്. ആ കോയിൻസ് CEXൽ വരാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനത്തെ കോയിൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ഡെക്സ് എക്സ്ചേഞ്ചുകൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഡെക്സ് എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുന്നത്. കാരണം ഏറ്റവും പുതിയ കോയിൻസ് ആദ്യം തന്നെ റിലീസ് ആവുക ഡെക്സ് എക്സ്ചേഞ്ചുകളാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ എക്സ്ചേഞ്ചുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കോയിൻസ് റിലീസ് ടൈം തന്നെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നോർമലി ഡെക്സിൽ വന്നൊരു കോയിൻ CEXൽ എത്തുന്ന സമയത്ത് നോർമലി പ്രൈസ് ഓൾമോസ്റ്റ് 100%, 200%, ലൈക്ക് സം കോയിൻസ് ഡു ലൈക്ക് 1 million, 2 million% ഒക്കെയാണ് ഇൻക്രീസ് ആവാറ്. ഡെക്സ് എക്സ്ചേഞ്ചുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് ആദ്യം പറയാൻ പറ്റും യൂണിസ്വാപ്പ്, ജുപ്പിറ്റർ, പാൻകേക്ക് സ്വാപ്പ്, DYDX, ഇത്തരത്തിൽ കുറേയധികം ഡെക്സ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളുണ്ട്. ഈ ഒരു എക്സ്ചേഞ്ചുകളുടെ ട്രേഡിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. ലൈക്ക് കമ്പയർഡ് ടു CEX എക്സ്ചേഞ്ചുകൾ, ഡെക്സ് എക്സ്ചേഞ്ചുകൾ ട്രേഡിംഗ് ഫീസ് വളരെ കുറവാണ്. അതേപോലെ ഇതിന് ഒരു തരം റെഗുലേഷൻസ് ഇല്ല. നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേഷന് വേണ്ടിയിട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ പുതിയൊരു അക്കൗണ്ട് ID പാസ്വേഡ് വെച്ചിട്ട് തുടങ്ങാം. ഇതിൽ KYC ഇല്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട, കംപ്ലീറ്റ് അനോണിമസ് ആയിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോസ് ബൈയും സെല്ലും ചെയ്യാം. അതേപോലെ തന്നെ വാങ്ങുന്ന ക്രിപ്റ്റോസിന് കംപ്ലീറ്റ് ഉത്തരവാദിത്വം, കംപ്ലീറ്റ് കൺട്രോൾ നിങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് ഹാക്കുകൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ ഡെക്സ് എക്സ്ചേഞ്ചുകൾ വൾണറബിൾ അല്ല. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പാസ്വേഡ്സും സീഡ് ഫ്രൈസും മറന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ക്രിപ്റ്റോ കറൻസി ലൂസ് ആവാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ആക്സസ് ടു എവറി ന്യൂ കോയിൻ. നിങ്ങൾ ഡെക്സ് സ്ക്രീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 1000-2000 കോയിൻസ് ഒക്കെയാണ് വരിക. മെജോറിറ്റി കോയിൻസും റെഗ് പുൾ ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ ഫേക്ക് കോയിൻസ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ റിയൽ ആയിട്ട് വരുന്ന കോയിൻസിനും ആദ്യം തന്നെ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ വാലറ്റിൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെക്സ് എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുക തന്നെ വേണം. നമുക്ക് ഡെക്സിൻ്റെ കോൺസിനെ പറ്റി പറയാം. ഡെക്സിൻ്റെ ഫസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് കോണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്ത വ്യക്തി
ഡെക്സിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത ഇൻ്റർഫേസാണ് ആ വ്യക്തിക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെയധികം ലോവർ ലിക്വിഡിറ്റിയാണ്. എനിക്ക് വിചാരിച്ച പ്രൈസിനെ ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഒന്നും തന്നെ ഇതിൽ സാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. CX വെച്ച് കമ്പയർ ചെയ്യുന്ന സമയം നമുക്ക് ഇതിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് വളരെയധികം കുറവാണ്. ട്രേഡ് ചെയ്യേണ്ട ഓപ്ഷൻസും ലെവറേജ് ഓപ്ഷൻസും മാർജിൻ ട്രേഡിങ്ങും അത്തരത്തിലുള്ള കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് ഡെക്സിൽ അവൈലബിൾ ആയിട്ടില്ല. പിന്നെ വേറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്, CXൽ ഒരു സെൻട്രൽ അതോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവരാണ് ട്രേഡ്സ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫാസ്റ്റാണ്. ഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോവർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കാറ്. പിന്നെ ഫിയറ്റ് സപ്പോർട്ടിന് ഒരു തരത്തിലുള്ള സപ്പോർട്ട് ലഭിക്കാത്ത സ്ഥലങ്ങളിലൊന്നാണ് ഡെക്സ്. കസ്റ്റമർ സപ്പോർട്ട് ഇല്ല, അത് ഓക്കെ. ഫിയറ്റ് മണി വെച്ചിട്ട് നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഒന്നും നടക്കില്ല. ഇപ്പോൾ നമ്മുടെ ബൈനാൻസ് ആയി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിലൊന്നായി വാസറക്സ് ആണെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പി വെച്ചിട്ട് നമുക്ക് USDT പർച്ചേസ് ചെയ്യുക, ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്യുക, TRX പർച്ചേസ് ചെയ്യുക. അതേസമയം നമ്മുടെ ബൈനാൻസ് ആണ് നമുക്ക് യൂറോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡോളേഴ്സ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പല രാജ്യത്തെ കറൻസി ആഡ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ നമുക്ക് ബേസിക്കലി സത്യം പറഞ്ഞാൽ പിയർ ടു പിയർ ആയിട്ടാണ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുക. എല്ലാത്തരം ട്രേഡ്സും നടക്കുന്നത് സത്യം പറഞ്ഞാൽ സ്മാർട്ട് കോൺട്രാക്ട്, ബ്ലോക്ക് ചെയിനിലുള്ള സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ എല്ലാത്തരം ട്രേഡ്സും നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിയറ്റ് കറൻസി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ CS എക്സ്ചേഞ്ചുകളുടെ പ്രോസ് എന്തൊക്കെയാണ്, DS എക്സ്ചേഞ്ചുകളുടെ പ്രോസ് എന്തൊക്കെയാണ്, CS എക്സ്ചേഞ്ചുകളുടെ കോൺസ് എന്തൊക്കെയാണ്, DS എക്സ്ചേഞ്ചിൻ്റെ കോൺസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊന്നാണ്, ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്ന ബിഗിനർ ആണെങ്കിലോ ക്രിപ്റ്റോ കറൻസി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലോ ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ CS എക്സ്ചേഞ്ചുകളാണ്. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് അൺറിലീസ്ഡ് ആയിട്ടുള്ള കോയിൻസ് പർച്ചേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് DS എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടും. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.